നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല ശില്പപാളിയിലെ സ്വർണ്ണമോഷണം, മുരാരി ബാബു റിമാൻഡിൽ. ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തത്. ബുധൻ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വയനാട് DCC ട്രഷററായിരുന്ന N.M. വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണാ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതിയാക്കിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ബത്തേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘ തലവനും ബത്തേരി ഡിവൈഎസ്പിയുമായ KK അബ്ദുൾ ഷരീഫ് കുറ്റപത്രം സമർപ്പിച്ചത്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. ആചാരലംഘനമുണ്ടായെന്ന ഡിവൈഎസ്പി വിശദീകരണം തേടി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ഡിവൈഎസ്പിയോട് വിശദീകരണം തേടി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയാണ് വിശദീകരണം തേടിയത്. ആലത്തൂർ ഡിവൈഎസ്പി R. മനോജ് കുമാറിനാണ് നോട്ടീസ് ലഭിച്ചത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ആലത്തൂർ ഡിവൈഎസ്പി R. മനോജ് കുമാറാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാരലംഘനമുണ്ടായെന്നും ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തിയെന്നും മനോജ് കുമാറിന്റെ സ്റ്റാറ്റസിൽ പറഞ്ഞിരുന്നു. ഗോവയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 2 മലയാളി അഗ്നിവീർ നാവികസേനാംഗങ്ങൾക്ക് ദാരുണാന്ത്യം. ശൂരനാട് വടക്ക് നടുവിലെ മുറി അനിരം വീട്ടിൽ പ്രസന്നകുമാറിന്റെ മകൻ ഹരിഗോവിന്ദ്, കണ്ണൂർ സ്വദേശി വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഗോവയിലെ അഗസൈമസിൽ ബുധനാഴ്ച പുലർച്ചെ 1:00 അപകടം. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് ഗോവയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണിവർ. ഇരുവരും ജോലി കഴിഞ്ഞ് ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുന്നതിനിടെ അഗസ്യമിനും ബാംബോലി ഹോളിക്രോസ് പള്ളിക്കും ഇടയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട പാതയോരത്തെ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കം പങ്കെടുത്തു. 2024 രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് നടപടികൾ തുടങ്ങിയത്. ഒമാൻ സന്ദർശനത്തിനായതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പ്രതിപക്ഷ നേതാവും പങ്കെടുത്തിരുന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. V. ശിവൻകുട്ടിയെ പരിഹസിച്ച് സുരേഷ് ഗോപി. ഇടുക്കി വട്ടവടയിലെ കലുങ്ക് സംവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു പരിഹാസം. വട്ടവടയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാരുടെ ആവശ്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. തനിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി. അവരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും അവരൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. നടി ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയിൽ. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയിൽ. കേസിന് കാരണമായ ഓഗസ്റ്റ് 25-നുണ്ടായ സംഘർഷം ഇരു കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയെന്ന് അറിയിച്ചതിന് പിന്നാലെ നടിക്കും മറ്റു പ്രതികൾക്കും ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്ന പരാതിക്കാരന്റെ നിലപാട് കണക്കിലെടുത്തായിരുന്നു കോടതി നടപടി. എരുമപ്പെട്ടിയിലെ 4 വയസ്സുകാരന്റെ മരണം പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി. തൃശൂർ എരുമപ്പെട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണം പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദൂർ സ്വദേശികളായ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുട്ടിയെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുപ്പിയുടെ അടപ്പ് പോലൊരു വസ്തു കുഞ്ഞിന്റെ തൊണ്ടയിൽ കുരുങ്ങിയതായി അവിടെ വെച്ച് ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അസ്വസ്ഥതകൾ ഗുരുതരമാവുകയും കുട്ടി മരണപ്പെടുകയുമായിരുന്നു. കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ തട്ടി വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കൊല്ലം സ്വദേശിനി ഗാർഗി ദേവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:15 അപകടം നടന്നത്. കൊല്ലം മെമ്മു കടന്നുപോയപ്പോൾ വിദ്യാർത്ഥിനി ട്രാക്കിനോട് ചേർന്ന് നടക്കുകയായിരുന്നു. തുടർന്ന് അപകടമുണ്ടായി. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക് കോളേജിലെ 2ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ട്രാക്കിന് സമീപത്തുകൂടി നടക്കുമ്പോൾ അപകടം സംഭവിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ വോട്ട് ആലപ്പുഴയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് വാർഡിലെ വോട്ടർ പട്ടികയിലെ 770 പേരുകാരനായിരുന്നു ഐസക്.
ഇന്ന് നടന്ന ഹിയറിംഗിലാണ് വോട്ട് ഒഴിവാക്കിയത്. MLA ഓഫീസിന്റെ അഡ്രസ്സിലായിരുന്നു വോട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീലതയാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് നീക്കുകയായിരുന്നു.